കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടട്ടെ. ദൈവജന പഠനത്തിനായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പറയുക മാത്രമല്ല, ഈ ദൈവജന പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനെ തുടർന്ന് യൂട്യൂബിലൂടെ ദൈവജനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തു നിസ്തുല നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മളെ യെഹെസ്കേലിന്റെ പുസ്തകം 27-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 27-ാം അധ്യായം സോറിനെ കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. അത് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ്. 27-ാം അധ്യായം ആരംഭിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് യെഹെസ്കേലിൽ ഉണ്ടാകുന്നു. നീ സോറിനെ ഓർത്ത് സോറിന് വേണ്ടി ഒരു വിലാപം പറക എന്ന് പറഞ്ഞ് ഒരു വിലാപ ഗാനം ആണ് വാസ്തവത്തിൽ 27-ാം അധ്യായം. അങ്ങനെ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് യെഹെസ്കേൽ സോറിന് വേണ്ടി ഒരു വിലാപ കീർത്തനമായിട്ടാണ് 27-ാം അധ്യായം പാടുന്നത്. 27-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഒരു വിലാപ കീർത്തനമായി നമുക്ക് തോന്നുകയില്ല. 27-ാം അധ്യായം അവസാനിക്കുമ്പോൾ മാത്രമേ ഇതൊരു വിലാപ കീർത്തനമായിരുന്നു എന്നൊക്കെ മനസ്സിലാകുന്നു. ഇത് ആരംഭിക്കുന്നത് സോറിനെ ഒരു കപ്പലിനോട് സാമ്യപ്പെടുത്തി ഒരു ആലങ്കാരിക ഭാഷയിലാണ് സോറിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ഈ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ സോറിനെ വർണ്ണിച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. സോറിനെ കപ്പലോട് സാമ്യപ്പെടുത്തി പറയുമ്പോൾ അത് നിർമ്മിക്കുവാൻ ഉള്ള തടി എവിടെ നിന്ന്, ഏത് തടി കൊണ്ടുവന്നു, അതിന് ഉള്ളതായ കൊടി, അതിനുള്ള തുണി എവിടെ നിന്ന് കൊണ്ടുവന്നു, അതിനെ പരവതാനികൾ വിരിക്കുവാൻ ഉള്ള ചിത്രത്തൈലുള്ളതായ കാര്യങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നു, ഇതിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളെ എവിടെ നിന്ന് കൊണ്ടുവന്നു, അപ്പോൾ അതിനകത്ത് തുഴയുന്നവര്, അതിനകത്തെ അവിടെ സൈന്യങ്ങൾ, ഇങ്ങനെയുള്ളതായ ഒരു വലിയ വിശദീകരണം, ഒരു വർണ്ണന സോറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഉണ്ടാക്കുവാൻ എടുത്ത തടികളൊക്കെ വിലപിടിപ്പുള്ളതാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ സോർ എന്ന് പറയുന്ന പട്ടണം വെറും ഒരു പട്ടണമല്ലെന്നും അത് നല്ല നിലയിൽ പണിയപ്പെട്ട ഒരു പട്ടണമാണെന്നും നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും. ഈ അതിനകത്തുള്ള ആളുകൾ, സോറിലെ സൈന്യങ്ങൾ, സോറിന്റെ വിദഗ്ധരായ തൊഴിലാളികൾ, ജ്ഞാനികളായ ഭരണാധികാരികൾ തുടങ്ങിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോറിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന തരത്തിലുള്ളതായ ഒരു നഗരമായിട്ടല്ല കാണിക്കുന്നത്. നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പട്ടണമായിട്ടാണ് കാണിക്കുന്നത്. ഇത് മെഡിറ്ററേനിയൻ കടലിനെ നിയന്ത്രിക്കുന്ന ഒരു നഗരമായിട്ട് ഇതിനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ഈ പോർട്ടിൽ വരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നു. ഇവിടെ നിന്നുള്ള സാധനങ്ങൾ ലോകത്തിന്റെ, ഏഷ്യയുടെ പല ഭാഗങ്ങളിലേക്കും പോകുന്നു. അങ്ങനെയുള്ളതായ ഒരു പട്ടണമാണ് സോർ എന്ന് പറയുന്നത്.
ആ സോറിനെ കുറിച്ച് 2-3 പ്രാവശ്യമായി പറയുന്നു. നിന്റെ സൗന്ദര്യം മികച്ചതാക്കി തീർത്തു, അതിനെ പൂർണ്ണ സുന്ദരിയാക്കി മാറ്റി. മറ്റൊരു ഭാഗത്ത് പറഞ്ഞു സൗന്ദര്യത്തെ പരിപൂർണമാക്കി തീർത്തു. അപ്പൊ വിവിധ നിലകളിൽ നോക്കുമ്പോൾ സോർ ഒരു മനോഹര പട്ടണമാണ്. ആ നിലയിൽ അതിനെ പണിത് എടുത്തു എന്നാണ് ഈ അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ ഭാഗം പഠിച്ചു നിർത്തിയതാണ്. നമുക്കിനിയും 12 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ സോറുമായി വ്യാപാര ബന്ധത്തിലേർപ്പെട്ട രാജ്യത്തിന്റെ ഒരു പട്ടിക ഭൂമിശാസ്ത്രപരമായ ഓർഡർ അനുസരിച്ച് പറയുന്നുണ്ട്. സോറിലൂടെ കടന്നുപോയ ചരക്കുകളുടെ വിശാലമാകുന്ന ഒരു റേഞ്ച് അവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ കടൽ വഴി വ്യാപാരം നടത്തുന്ന ലോകത്തിലെ എല്ലാവരും സോറുമായി വ്യാപാരം നടത്തിയിരുന്നതായിട്ട് ഈ 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന വ്യാപാര പങ്കാളികളുടെ ആ നീണ്ട പട്ടിക നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് സൂചന തരുന്നുണ്ട്. ഈ സ്ഥലങ്ങളിൽ പലതിൻ്റെയും ഇവിടെ പറയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ പലതിൻ്റെയും കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതിനെക്കുറിച്ച് നൂറ്റാണ്ടുകളായി വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒരു വിയോജിപ്പ് കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും ഇത് BC സംഭവിച്ചല്ലേ. അപ്പൊ ഇത്ര കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം പലതിന്റെ പേരുകൾ മാറി, പലതും ഭൂമുഖത്ത് മാറ്റപ്പെട്ടു. സോർ എന്ന് പറയുന്ന പട്ടണം ഇന്നില്ല, ഭൂമുഖത്ത് ആ പേരിലൊന്നും അറിയപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആ കാലഘട്ടത്തിലുള്ളതായ സ്ഥലങ്ങളുടെ പേരുകളാണ്. ആ പേരുകൾ ഇന്ന് വാസ്തവത്തിൽ വളരെ വിരളമായ ചുരുക്കം മാത്രമേ നിൽപ്പുള്ളൂ. അതുകൊണ്ട് പലതിൻ്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ഇതായിരിക്കാം എന്ന് നമുക്ക് പറയാം. എല്ലാ സ്ഥലങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനകത്ത് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് മുൻപോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതുകൊണ്ട് ആദ്യം അതിന് 12ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 12, 13 വാക്യം വായിച്ചു. തർശീസ് സകലവിധ സമ്പത്തിന്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായിരുന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരിയം എന്നിവ അവർ നിന്റെ ചരക്കിന് പകരം തന്നു. യാവാൻ, തൂബാൽ, മേശക് എന്നിവർ നിന്റെ വ്യാപാരികളായിരുന്നു. അവർ ആളുകളെയും താമ്ര സാധനങ്ങളെയും നിന്റെ ചരക്കിന് പകരം തന്നു. ഇവിടെ ആരംഭിക്കുന്ന തർസീസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ, ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ആരംഭിക്കുന്നത്. തർസീസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു ഭാഗമുണ്ട്. നിന്റെ തർസീസ് സകലവിധ സമ്പത്തിന്റെയും പെരുപ്പം നിമിത്തം നിന്റെ വ്യാപാരിയായി തീർന്നു എന്ന് പറഞ്ഞാൽ തർസീസും സോറും തമ്മിൽ ഒരേ സ്റ്റാൻഡേർഡിൽ മുൻപോട്ട് പോകുന്ന 2 പട്ടണങ്ങൾ, 2 സ്ഥലങ്ങളാകിയാൽ അവർ തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറയുന്നത്.
അത് അവരുടെ സകല സമ്പത്തിന്റെയും പെരുപ്പ നിമിത്തം അവരും നിന്റെ വ്യാപാരികളായി തീർന്നു, നിന്നോട് ബന്ധം പുലർത്തി. ഇത് സ്പെയിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമായിരിക്കും എന്ന് അഭിപ്രായപ്പെടുന്നു. ഇത് സോറിൽ ഒത്തിരി ദൂരമാണുണ്ട്. ഈ തർസീസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പുസ്തകവും ഒരാളുടെ പേരും വരുന്നുണ്ട്. നമുക്കറിയാം യോനായുടെ പുസ്തകം. യോനായുടെ പുസ്തകത്തിൽ നമുക്ക് കാണുന്നു, യോനായ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു, യോനായെ നീ നിനവയിൽ ചെന്ന് നിനവയ്ക്കെതിരെ പ്രവചിക്ക എന്ന് പറയുമ്പോൾ യോന ചെയ്ത് നമുക്കറിയാം, നിനവയ്ക്ക് പോകാതെ തർസീസിലേക്കുള്ള കപ്പൽ കയറിയതായിട്ടാണ് വായിക്കുന്നത്. അപ്പൊ ആ പേര് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ട്. ഇത് സ്പെയിന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് തർസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സോറിന്റെ ഒരു വ്യാപാര പങ്കാളിയായി തീർന്നു. സോർ അവർക്ക് സോറിൻ്റെതായിരിക്കുന്ന ആഡംബര വസ്തുക്കളുണ്ട്, പർപ്പിൾ ഡൈ മറ്റുമൊക്കെയുണ്ട്. അത് ഈ രാജ്യക്കാർ വാങ്ങിക്കുന്നതിന് പകരമായിട്ട് അവർക്ക് ഇരുമ്പ്, വെള്ളിയം, കാരിയം തുടങ്ങിയ ലോക വസ്തുക്കൾ അവർക്ക് കൊടുക്കുന്നതായി കാണുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ വ്യാപാരം. അടുത്ത 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, 3 കൂട്ടരെ കുറിച്ച് പറയുന്നു. യാവാൻ, തൂബാൽ, മേശക്. അവർ നിന്റെ വ്യാപാരികളായിരുന്നു. അത് യാവാൻ എന്ന് പറയുന്നത് ഗ്രീസ് അഥവാ ഗ്രീക്ക്, ഇന്നത്തെ ഗ്രീസ് ആയിരിക്കാം എന്ന് അഭിപ്രായപ്പെടുന്നു. തൂബലും മേശക്കും കരിങ്കടലിന് വടക്കുള്ള ഗോത്രങ്ങളായിരുന്നു എന്ന് അവകാശപ്പെടുന്നു. സോറിന്റെ വ്യാപാര പങ്കാളികളുടെ ലിസ്റ്റ് വളരെ നീണ്ടതാണ്. നമ്മളത് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം. ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ജിയോഗ്രഫിക്കലായിട്ട് ചെറിയ പ്രദേശങ്ങളാണെങ്കിലും വാണിജ്യത്തിൽ ഇതെല്ലാം വളരെ ശക്തിയുള്ള, നന്നായി ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന പട്ടണങ്ങളായിരുന്നു. ലോകത്തിലെ വ്യാപാരം പലതരത്തിൽ നടന്നത് സോർ എന്ന് പറയുന്ന ഈ പട്ടണത്തിലാണ്. അവ തൂബൽ, മേശക്, അവര് പറഞ്ഞല്ലോ കരിങ്കടലിന്റെ സമീപത്തുള്ള ഗോത്രവർഗക്കാരായിരിക്കും എന്ന് പറയപ്പെടുന്ന. അതേസമയം തന്നെ ഇത് ഏഷ്യ മൈനറിലെ ഗോത്രങ്ങളായിരുന്നു എന്ന് പറയുന്നു. അവരെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാന കാര്യം എടുത്തു പറയുന്നുണ്ട്. യാവാൻ, തൂബാൽ, മേശക് എന്നിവർ തന്നെ വ്യാപാരികളായിരുന്നു. അവർ ആളുകളെയും താമ്ര സാധനങ്ങളെയും നിന്റെ ചരക്കിന് പകരം തന്നു. 2 കാര്യങ്ങൾ. ആളുകളെയും താമ്ര സാധനങ്ങളെയും നിന്റെ ചരക്കിന് പകരം തന്നു. ഇവിടെ അപ്പോൾ ഈ രാജ്യങ്ങൾ തൂബൽ, മേശക്, യാവാൻ, ഇവർ സോറുമായിട്ടുള്ള ആ വ്യാപാരത്തിൽ ചെയ്തത് ആളുകളെ വിറ്റിരുന്നു, അടിമകളായി വിറ്റിരുന്നു. ഇവർ അടിമ കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. അതാണ് 13-ാം വാക്യം എടുത്തു പറയുന്നു. ആളുകളെയും സാധനങ്ങളെയും നിനക്ക് തന്നു. അതിനെ പറഞ്ഞ അടിമകളായി ആളുകളെ സോറിന് വേണ്ടി വിറ്റിരുന്നു എന്ന് വായിക്കും. ഈ സോർ ഇവരെ വാങ്ങിച്ചിട്ട് മറ്റുള്ള രാജ്യക്കാർക്ക് അടിമകളായി വിറ്റിരുന്നതായും ആമോസിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ 9-10 വാക്യം വെച്ച്. ഐമോസ് ചാപ്റ്റർ 1 verse 9 and 10. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
ആ സോറിന്റെ 3-4 അതിക്രമം നിമിത്തം ആ അവർ സഹോദര സഖ്യത ഓർക്കാതെ ആ ബദ്ധന്മാരെ ആ സകലം ആ ഏദോമിനെ ഏൽപ്പിച്ചു കളഞ്ഞിരിക്കുകയാൽ ആ ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. അവിടെ വായിക്കുന്നു, ബദ്ധന്മാരെ സഹോദര സഖ്യത ഓർക്കാതെ, മനുഷ്യ ബന്ധത്തിന്റെ വില ഓർക്കാതെ അവർ ബദ്ധന്മാരെ എന്ന് പറഞ്ഞ അടിമകളാക്കി വിറ്റിരുന്നു. അതിനെക്കുറിച്ച് ആമോസ് ആ മിസോറിനെതിരെ പറയുന്ന ഒരു ഭാഗമാണ്. അപ്പൊ യെഹെസ്കേലിന്റെ കാലഘട്ടത്തിന് മുമ്പ് മുതൽ തന്നെ സോർ ഈ തരത്തിലുള്ള അടിമകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്ന ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുരാതന യെരുശലേമിൽ ഒരു പ്രത്യേക തരത്തിലുള്ള അടിമത്വം നിലനിന്നിരുന്നു. എന്നാൽ അത് മറ്റു സ്ഥലങ്ങളിൽ നടത്തപ്പെടുന്ന അടിമത്വത്തിന്റെ സ്ഥാപനമോ മനുഷ്യ മോഷണത്തിന്റെയും മനുഷ്യ വ്യാപാരത്തിന്റെയും രീതിയിലുള്ളതായ ഒരു കച്ചവടമല്ലായിരുന്നു. അതല്പം വ്യത്യസ്തമായി. ഇവർക്ക് നടത്തിയിരുന്നത് മാനുഷികമാകുന്ന ഈ മനുഷ്യരെ കൊണ്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുവാൻ വേണ്ടി. അപ്പൊ ഈ മനുഷ്യരെ ഉപയോഗിച്ച് എന്ന് വെച്ചാൽ അവർക്ക് സാമ്പത്തികമാകുന്ന ലാഭം ഉണ്ടാക്കുന്ന ഉപകരണങ്ങളാക്കി അവരെ മാറ്റി. സാധനങ്ങളും മറ്റും വിറ്റഴിക്കേണ്ട സ്ഥാനത്ത് പാവങ്ങളായിരിക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് വന്ന് അടിമകളായി സോറിന് വിൽക്കുക. സോർ എന്നിട്ട് ഏദോമ്യർക്കും മറ്റുള്ളവർക്കും അടിമകളായി വിൽക്കുകയാണ്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ട വസ്തുത, ഈ ദൈവത്തിന്റെ നിയമത്തിനും ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരുടെയും അന്തസ്സിന് വിരുദ്ധമാണ് വാസ്തവത്തിൽ ഈ അടിമ കച്ചവടം. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലുമാണ്. അത് മനസ്സിലാക്കാതാണ് ഈ പാവങ്ങളെ അവർ അടിമകളാക്കി മറ്റ് രാജ്യങ്ങളിൽ വിറ്റിരുന്നത്. നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ ആളുകൾ പറയപ്പെടുന്നത്, അവർ കണക്കാക്കുന്നത് ഓൾ ഹ്യൂമൻസ്, ദൈവജനം പറഞ്ഞ എല്ലാ മനുഷ്യരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. ഇൻ ഹിസ് ഇമേജ് ആൻഡ് ലൈക്നെസ് എന്നാണ് ദൈവജനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഹ്യൂമനിസ്റ്റ് അവര് പറയുന്നത് ഇങ്ങനെയാണ്, ഓൾ ഹ്യൂമൻസ് ആർ ബയോളജിക്കൽ ബീയിങ് എന്നാ പറയുന്നത്. എല്ലാ മനുഷ്യരും, മനുഷ്യവർഗം മുഴുവൻ ഒരു ജീവശാസ്ത്രപരമാകുന്ന ജീവിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. നോക്കാൻ, ഇവിടെയാണ് വ്യത്യാസം. ദൈവജനം രേഖപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, ഇന്നത്തെ മനുഷ്യൻ പറയുന്നത് എല്ലാ മനുഷ്യരും വെറും ബയോളജിക്കൽ ബീയിങ് ആണ്. ആ നിലയിൽ മനുഷ്യനെ കാണുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ലോകത്തിൽ ഇത്രയും വഷളത്വങ്ങളും അഴിമതിയൊക്കെ പ്രബലപ്പെടാൻ കാരണം. മനുഷ്യനെ കാണുന്നത് വെറും ഒരു ബയോളജിക്കൽ ബീയിങ് ആയിട്ടാണ് കാണുന്നത്. മനുഷ്യനെ കൊല്ലുവാനും മനുഷ്യനെ നശിപ്പിക്കുവാനും മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാനും മനുഷ്യനെ ചതിക്കുവാനും ഏത് വിധത്തിലും ഉപദ്രവിക്കാൻ കാരണം, ആര് നശിച്ചാലും വേണ്ടിയില്ല,
ആര് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എനിക്ക് പണം സമ്പാദിക്കണം എന്ന ചിന്താഗതിക്ക് കാരണം മനുഷ്യനെ കാണുന്നത് വെറും ഒരു ബയോളജിക്കൽ ബീയിങ് ആയിട്ടാണ്. ജീവശാസ്ത്ര ജീവിയായിട്ട് മാത്രം കാണും. എന്നാൽ ദൈവജനം അങ്ങനെയല്ല പറയുന്നത്. ദൈവജനം പറയുന്നു, ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സാദൃശ്യത്തിലുമാണ്. ഇത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. ഇത് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടുമായിരുന്നു. മനുഷ്യന് ധൈര്യമായിട്ട് എങ്ങും യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യനും ഒരു രാജ്യത്തും സമാധാനത്തോടെയോ സന്തോഷത്തോടെയോ പലപ്പോഴും ജീവിക്കാൻ കഴിയുന്നില്ല. കാരണം മനുഷ്യനെ കാണുന്ന ബയോളജിക്കൽ ബീയിങ് ആയിട്ടാണ് കാണുന്നത്. ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതായി മനുഷ്യൻ കാണുന്നില്ല. അതാണ് കാരണമെന്ന് പറയും. ഇത് ലോകപരമായി നടക്കപ്പെടുന്ന, ആത്മീയ ലോകത്തിലും ഇതുണ്ട്. ആത്മീയ ലോകത്തിൽ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു, എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്ത് മനുഷ്യൻ വാസ്തവത്തിൽ ധനത്തിന്റെയും നിറത്തിന്റെയും ജാതിയുടെയും വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ പേരിൽ മനുഷ്യനെ മാറ്റി നിർത്തുകയും ഒഴിവാക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതായി ഞാൻ പലപ്പോഴും എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷ ലെവലിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് ആത്മീയ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ധനത്തിന്റെ പേരിൽ, എഡ്യൂക്കേഷന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ലാംഗ്വേജിന്റെ പേരിൽ മനുഷ്യൻ ഇത് ദൈവിക ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണെന്ന് കാണുന്നതിന് പകരം അവനെ അതിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നതായി കണ്ടിട്ടുണ്ട്. കാരണം ആത്മീയ ലോകത്തിലാണെങ്കിലും വാസ്തവത്തിൽ ആ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് കാണുവാൻ തക്കവണ്ണം ഉള്ളതായ ഒരു ദർശനം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ടാണ് പരസ്പരം പകയുണ്ടാക്കുന്നത്, പരസ്പരം അസൂയപ്പെടുന്നത്, പരസ്പരം ആക്രമിക്കാൻ തുടങ്ങുന്നത്. ആത്മീയ ലോകത്തും ഇല്ല ഒത്തിരി. ഇതിനെല്ലാം കാരണം ആ നിൽക്കുന്ന സഹോദരൻ ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് എന്ന് കാണുവാൻ തക്കവണ്ണം ആത്മീയ ലോകത്തിൽ പലരെയും കണ്ണ് തുറക്കാതെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും പ്രശ്നങ്ങളും ആത്മീയ ലോകത്തിൽ ഉണ്ടാകാനുള്ള കാരണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞില്ലേ, സഹോദരനെ നിസ്സാര എന്ന് വിളിക്കുന്നവൻ അഗ്നി നരകത്തിന് യോഗ്യനാണ്. നമ്മൾ ആ വേദപുസ്തക ഭാഗമൊക്കെ മറന്നുപോയി. അതിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കും. സഹോദരനെ നിസ്സാര എന്ന് വിളിച്ചാൽ അവൻ അഗ്നി നരകത്തിന് യോഗ്യനാണെങ്കിൽ, നമ്മുടെ അടുക്കൽ വരുന്ന ദൈവജനമായാലും ശരി, ആരായാലും ശരി, അവനെ നമ്മൾ ദൈവത്തിന്റെ പ്രതിച്ഛായയെ കാണുന്നില്ലെങ്കിൽ, അവനെ നമുക്ക് അംഗീകരിക്കാൻ നമ്മൾ കഴിയുന്നില്ല എങ്കിൽ നമ്മളൊക്കെ തെറ്റുകാരായി ഭൂമിയിൽ മാറ്റപ്പെടുകയാണ്. അവിടെ ഈ പ്രാരംഭ സമയത്ത് തന്നെ സോർ ഇതറിയാതെ ആളുകളെ അടിമകളായി വാങ്ങി അടിമകളായി വിറ്റു. അതവരുടെ മേൽ ദൈവിക ന്യായവിധി വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനം ഇതുവരെ അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ വചനത്തിലൂടെ ഈ ഭാഗം ഒന്ന് വെളിപ്പെടുത്തുകയാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ പ്രതിച്ഛായകളാണ്. അതുകൊണ്ട് ആരെയും ഒന്നിന്റെ പേരിൽ മാറ്റി നിർത്തുവാനോ
കളിയാക്കുവാനോ ഒറ്റപ്പെടുത്തുവാനോ അവനോട് അസൂയ തോന്നാനോ അവനോട് ദുഷ്ടതയോട് പെരുമാറാനോ നമുക്കാർക്കും അവകാശമില്ല. അങ്ങനെ ചെയ്യുന്നു എങ്കിൽ നാം കണക്ക് തീർക്കുന്ന നാളിൽ നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് നാം ഓർത്തിരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം ഇതിനകത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. തോഗർമ്മ ഗൃഹക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർ കഴുതുകളെയും തന്നു. ദേദാന്യർ നിന്റെ വ്യാപാരികളായിരുന്നു. ഓക്കെ, ഇവിടെ വായിക്കുന്നു തോഗർമ്മ ഗൃഹക്കാർ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബേത്ത് തോഗാർമ എന്ന പറഞ്ഞു. ബേത്ത് തോഗാർമ ഇത് തുർക്കിയിലോ അർമേനിയയിലോ ഉള്ള സ്ഥലങ്ങളായിരിക്കാം എന്ന അഭിപ്രായം. അങ്ങനെ പറയപ്പെടുന്ന കാര്യം ചരിത്രകാരന്മാരായിരുന്ന ഹെറോഡോട്ടസ് തുടങ്ങിയ ചരിത്രകാരന്മാർ പറയുന്നത് ഈ സ്ഥലങ്ങൾ കുതിരകളുടെയും യുദ്ധക്കുതിരകളെയും കോവർ കഴുതുകളെയും ധാരാളമായി കച്ചവടം ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഈ അർമേനിയയും മറ്റു സ്ഥലങ്ങൾ. അതുകൊണ്ട് ഒരുപക്ഷെ ഇതായിരിക്കാം ഈ തോഗർമ ഗ്രഹക്കാർ എന്ന് പറയുന്നത് അർമേനിയയിലായിരിക്കാം എന്ന് അവകാശപ്പെടുന്നു. അവിടുന്ന് കുതിരകളെയും യുദ്ധക്കുതിരകളെയും കോവർ കഴുതുകളെയും കച്ചവടം ചെയ്തിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കുതിരകളെയും യുദ്ധക്കുതിരകളെയും കോവർ കഴുതുകളെയും കയറ്റുമതി ചെയ്തിരുന്ന രാജ്യം അർമേനിയയും തുർക്കി തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് ഇത് ആ സ്ഥലമായിരിക്കാം എന്ന് അവകാശപ്പെടുന്നുണ്ട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വായിച്ചേ. ജെനസിസ് ചാപ്റ്റർ 10 വേഴ്സ് 3. തീരാഷ് ഗോമേറിന്റെ പുത്രന്മാർ അസ്കെനാസ്, റീഫത്ത്, തോഗർമ, യാവാന്റെ പുത്രന്മാർ. അത് 4 വായിക്കുന്നല്ലേ. ഇന്നാട പുത്രന്മാർ എന്ന് പറയുമ്പോൾ തോഗർമ എന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തുള്ള ആളുകളായിരിക്കാമെന്ന് അവകാശപ്പെടും. ഇതാണ് 14-ാം വാക്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കിനിയും 15-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 15-ാമത്തെ വാക്യത്തിന് മുമ്പ് 15-ാമത്തെ വാക്യമായി ദേദാന്യർ നിന്റെ വ്യാപാരികളായിരുന്നു. അനേകം ദ്വീപുകൾ നിന്റെ അധീനത്തിലെ വ്യാപാര ദേശങ്ങളായിരുന്നു. അവർ ആനക്കൊമ്പും കരിമരവും നിനക്ക് കപ്പം കൊണ്ടുവന്നു. അവിടെ വായിക്കുന്നത് ദേദാന്യർ, അത് അറേബ്യയിലെ തെക്കൻ പ്രദേശമായിരിക്കും എന്ന് പറയുന്നു. അറേബ്യയിലെ തെക്കൻ ദേശങ്ങൾ, അതൊരു പേർഷ്യൻ ഗൾഫ് പ്രദേശങ്ങളായിരിക്കാം. അവിടെ തന്നെ സെബയും റാമയും പറയും. അത് അറേബ്യ തന്നെ ആയിരിക്കാം എന്ന് അവകാശപ്പെടുന്നു. ഇവിടെ ഈ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അനേകം ദ്വീപുകൾ നിന്റെ അധീനതയിൽ വ്യാപാര ദേശങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ സോറിന് ചുറ്റുമുള്ള പല രാജ്യങ്ങളുടെയും പോർട്ടുകൾ സോറിന്റെ അധീനതയിലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നുള്ളതായ കപ്പം ഇവർക്ക് ആദായമായി, ഇൻകമായി കിട്ടിക്കൊണ്ടിരുന്നു. അപ്പൊ അവിടെ വന്ന് മറ്റു സ്ഥലങ്ങളുള്ള സമീപ തുറമുഖങ്ങളിൽ സാധനങ്ങൾ ഇറക്കിയാൽ, കയറ്റിവിട്ടാൽ അതിന്റെ കപ്പം ഇത്ര പെർസെന്റേജ് നേരെ വന്നു വരുന്നത് സോറിനായിരുന്നു. ആ നിലയിലും ധനം സമ്പാദിച്ചിരുന്നു എന്നാണ് 15-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഇനിയും അതിന് 16-ാമത്തെ വാക്യം വായിച്ചു. നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പം നിമിത്തം ആറാം നിന്റെ വ്യാപാരിയായിരുന്നു. അവർ മരതകവും ധൂമ്ര വസ്ത്രവും വിചിത്ര വസ്ത്രവും ക്ഷണപടവും പവിഴവും
പത്മരാഗവും നിന്റെ ചരക്കിന് പകരം തന്നു. നോക്കട്ടെ, അവിടെ വായിക്കുന്നു, അരാം നിന്റെ വ്യാപാരിയായിരുന്നു. അരാം എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സിറിയയാണെന്ന് പറയപ്പെടുന്നത്. അപ്പൊ അവിടുന്ന് ഈ കിട്ടുന്ന സാധനത്തെ കുറിച്ച് പറയുന്നു. അവിടുന്ന് പറയുന്നത്, നിന്റെ പണിത്തരങ്ങളുടെ പെരുപ്പ നിമിത്തം അരാം നിന്റെ വ്യാപാരിയായി തീർന്നു. അവർ മരതകവും ധൂമ്രവസ്ത്രവും വിചിത്ര വസ്ത്രം, ശണപടം, പവിഴം, പത്മരാഗം നിന്റെ ചരക്കിന് പകരം നിനക്ക് തന്നു. അത് സിറിയയുമായിട്ടുള്ള അവന്റെ വ്യാപാര ബന്ധത്തെക്കുറിച്ച് ആണ് ആ ഭാഗത്ത് പറയുന്നത്. ഇനി നമുക്ക് അതിന് 17ാമത്തെ വാക്യം വായിച്ചു. യഹൂദായും ഇസ്രായേൽ ദേശവും നിന്റെ വ്യാപാരികളായിരുന്നു. അവർ മിന്നത്തിയിലെ ഗോതമ്പും പലഹാരവും തേനും എണ്ണയും പരിമള തൈലവും നിന്റെ ചരക്കിന് പകരം തന്നു. നോക്കണം, അടുത്തത് ഈ വടക്കേ രാജ്യമാകുന്ന ഇസ്രായേലും തെക്കേ രാജ്യമാകുന്ന യൂദായും ഇവനുമായിട്ട് വ്യാപാര ബന്ധത്തിലായിരുന്നു. അവർ വ്യാപാരമായി കൊടുത്തിരുന്നത് ഗോതമ്പായിരുന്നു. മിന്നത്തിലെ ഗോതമ്പ് വളരെ ഫേമസ് ആയിരുന്നു. മിന്നിത്ത് എന്ന് പറയുന്നത് അമ്മോനിലെ ഒരു പ്രദേശമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അവർ ഗോതമ്പ് കൊടുത്തിരുന്നു. അതിനപ്പുറം പലഹാരം, തേനും എണ്ണയും പരിമള തൈലവും ഇവന്റെ ചരക്കിന് പകരം ഇസ്രായേലും യഹൂദയുമായി കൊടുത്ത് അവർ കച്ചവടത്തിൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇനി അങ്ങനെ ഓരോ വാക്യങ്ങൾ എടുത്ത് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഓരോ രാജ്യവുമായി ചെയ്ത വ്യാപാരങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അത് നമുക്ക് വായിച്ചു വിടാനൊക്കെ, അത് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയുവാൻ ഇല്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചിട്ട് എത്ര രാജ്യവുമായി അവർ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെന്നും എന്തെല്ലാം ചരക്കുകളാണ് അവിടെ കൈമാറ്റം ചെയ്തിരുന്നതെന്നൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് വായിച്ചു വിടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമുക്കിനി 23-ഉം 24-ഉം വാക്യം വായിക്കും. ഹാരാനും കൽനെയും ഏദനും ശെബാ വ്യാപാരികളും അശൂരും കൽദരും നിന്റെ കച്ചവടക്കാരായിരുന്നു. അവർ വിശിഷ്ട സാധനങ്ങളും ചിത്രത്തയിലുള്ള തൂങ്ങ പുതപ്പുകളും പരവതാനികളും ബലത്തിൽ പിരിച്ച കയറുകളും നിന്റെ ചരക്കിന് പകരം തന്നു. ഇവിടെ ഈ 23-ാം വാക്യത്തിൽ പറയുന്ന സ്ഥലങ്ങൾ മെസൊപ്പൊത്തേമ്യ എന്ന പ്രദേശത്തെ നഗരങ്ങളായിരുന്നു എന്ന് പറയപ്പെടുന്നു. സോറിൽ കച്ചവടം ചെയ്യുവാൻ ആളുകൾ 100 കണക്കിന് മൈലുകൾ സഞ്ചരിച്ച് അവർ തങ്ങളുടെ ഏറ്റവും മികച്ച സാധനങ്ങളെല്ലാം സോറിൽ കൊണ്ടുവന്ന് വിൽക്കുവാൻ കൊണ്ടുവന്നിരുന്നു. എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങൾ കാണുമ്പോൾ കഴിയുന്നുണ്ട്, അങ്ങനെ കൊണ്ടുവന്ന ജനം സോർ ശത്രുക്കളാൽ നശിപ്പിക്കപ്പെടുന്ന കാണുമ്പോൾ അവർ ഹൃദയത്തിനകത്ത് വളരെ ഭാരമുണ്ടാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നിന്റെ മാർക്കറ്റിൽ നിന്നിൽ ഈ നിലയിലുള്ള സാധനങ്ങൾ കിട്ടിയിരുന്നു, വിറ്റിരുന്നു, വാങ്ങിയിരുന്നു എന്ന് പറയപ്പെടുന്ന ഭാഗം വരുന്നുണ്ട്. ഇപ്പൊ നിന്റെ മാർക്കറ്റിൽ നമ്മൾ ഈ ഭാഗങ്ങൾ നമ്മൾ ഇതുവരെയുള്ള 24 വാക്യങ്ങളിൽ നോക്കിയാൽ ഏതെല്ലാം ആളുകൾ, സ്ഥലങ്ങൾ, വ്യാപാര ചരക്കുകൾ എന്നിവയുടെ ശ്രദ്ധേയമായിരുന്ന ഒരു പട്ടിക നാം നോക്കുമ്പോൾ സോർ ആരായിരുന്നു, എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തുമാത്രം ഇത്രയും രാജ്യങ്ങളാണ്. നിങ്ങളെ ഒന്ന് എണ്ണി നോക്കുമ്പോൾ അറിയാം, 20-ൽ പരമുണ്ട്, 20-ലധികമുണ്ട്. അത്രയും രാജ്യങ്ങൾ ആ കാലഘട്ടത്തിൽ സോറിൽ വന്ന് ആ രാജ്യങ്ങളുടെ സാധനങ്ങൾ ഇവിടെ വിറ്റഴിക്കുന്നു, ഇവിടെ നിന്നുള്ള സാധനങ്ങൾ അവർ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകും. ആ കാലഘട്ടത്തിലുള്ളതാണ്.
ഇന്നത്തെ കാലഘട്ടമല്ല, BC നടക്കുന്ന സംഭവം. ഇപ്പൊ ഇത്രമാത്രം സോർ ആരാണെന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് ഈ 12 മുതൽ 24 വാക്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഇത്രമാത്രം ബിസിനസ്സും സാമ്പത്തിക ഭദ്രതയും മറ്റുള്ളതായ എല്ലാ കാര്യങ്ങളും ഉള്ളപ്പോൾ തന്നെ അവർ പരിഗണിക്കാതെ വിട്ടൊരു വിഷയമാണ് ദൈവത്തെ അവർ പരിഗണിച്ചിരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. നമുക്കിനിയും അതിന് 25 മുതൽ 28 വരെ വേദഭാഗം ഒന്ന് വായിക്കാം. ആ ഭാഗം ഒന്ന് വായിച്ചു നിർത്താം. 25 മുതൽ 28 വാക്യം. തർശീഷ് കപ്പലുകൾ നിനക്ക് ചരക്ക് കൊണ്ടുവന്നു, നീ പരിപൂർണയും സമുദ്രമധ്യേ അതിധനികയും ആയി തീർന്നു. നിന്റെ തണ്ടേലന്മാർ നിന്നെ പുറംകടലിലേക്ക് കൊണ്ടുപോയി, കിഴക്കൻ കാറ്റ് സമുദ്രമധ്യേ വെച്ച് നിന്നെ ഉടച്ചു കളഞ്ഞു. നിന്റെ സമ്പത്തും ചരക്കും കച്ചവടവും കപ്പൽക്കാരും മാലുമികളും ഓരായ പണിക്കാരും കുറ്റിക്കാരും നിന്നിലുള്ള സകല യോദ്ധാക്കളും നിന്റെ അകത്തുള്ള സർവ്വജന സമൂഹത്തോടു കൂടെ നിന്റെ വീഴ്ചയുടെ നാളിൽ സമുദ്രമധ്യേ വീഴും. നിന്റെ മാലൂമികളുടെ നിലവിളി കൊണ്ട് കപ്പൽ കൂട്ടങ്ങൾ നടുങ്ങിപ്പോകും. ഇതെല്ലാം പറയുവാൻ സമയമില്ലെങ്കിൽ ഞാൻ ഉള്ള സമയം കൊണ്ട് ഒന്ന് ഓടിച്ചു പോകാം. ഈ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ മഹത്തായ സോറിന്റെ കപ്പൽ തകർച്ചയെ കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വിലാപഗീതം ആരംഭിക്കുമ്പോൾ പ്രകീർത്തിച്ചു വർണ്ണിച്ചു പറഞ്ഞു, അവസാനിക്കുമ്പോൾ അത് തകർന്നതായിട്ട് പറഞ്ഞാണ് നിർത്തുന്നത്. എന്ന് പറഞ്ഞാൽ സോറിന്റെ തകർച്ചയെ കുറിച്ച് പറയുന്നു. സമുദ്രമധ്യേ അവൾ നിറഞ്ഞു നിന്നു, വളരെ മഹത്വമുള്ളവളായിരുന്നു. കടലിന്റെ നടുവിൽ നിറഞ്ഞ മഹത്വമുള്ള ഒരു കപ്പലിന്റെ ചിത്രം സോർ രാജ്യത്തെ കുറിച്ച് ഇവിടെ ചിത്രീകരിക്കുന്ന വളരെ ഉചിതമാകുന്ന ചിത്രമാണ്. അവർ സന്തുഷ്ടരും വിജയികളുമായിരുന്നു. അവർ തണ്ടേലന്മാർ, അവർ തുഴയുന്നവർ, അഥവാ അത് നിയന്ത്രിക്കുന്നവർ. അവർ ഈ കപ്പലിനെ പുറംകടലിലേക്ക് കൊണ്ടുപോയി എന്ന വായിക്കുന്നത്. പുറംകടലിലേക്ക് കൊണ്ടുപോയി. പുറംകടലിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ തീരങ്ങളാണ് എപ്പോഴും ആശ്രയസ്ഥാനങ്ങൾ, അഭയസ്ഥാനങ്ങളാണ്. ഈ സ്ഥാനം വിട്ട് അതിനെ പുറംകടലിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേ മനസ്സിലാക്കാം, ഈ ഭരിക്കുന്നവരുടെ പരിധി വിട്ടു പോയി എന്ന് വേണേ നമുക്ക് ബന്ധിക്കാം. തുഴയുന്നവരാണല്ലോ നിയന്ത്രിക്കുന്നത്. അവരുടെ പരിധി വിട്ടുപോയി. അതാണ് പുറംകടലിലേക്ക് പോകാനുള്ള കാരണം. സോർ എങ്ങനെ അവസാനിക്കുന്നു എന്ന് 26 27 വാക്യത്തിൽ ഒരു ഗാനത്തിലൂടെയാണ് പറയുന്നത്. സോർ കടലിന്റെ കപ്പൽ പോലെ ആയിരുന്നു. ഭാരം നിറയെ അതിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ആ സോറിൽ ഇഷ്ടംപോലെ ചരക്കുകൾ. കപ്പൽ തീരത്തെ അഭയ കേന്ദ്രത്തിൽ നിന്നും പുറംകടലിലേക്ക് പോയി. നമ്മൾ 27-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വളരെ വ്യക്തമായി അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? സീദോനിലെയും സർവാദിലെ നിവാസികൾ നിന്റെ തണ്ടേലന്മാരായിരുന്നു, തുഴയുന്നവരായിരുന്നു. അടുത്ത സോരെ നിന്നിൽ ഉണ്ടായിരുന്ന ജ്ഞാനികൾ നിന്റെ മാലൂമികളായിരുന്നു, ജ്ഞാനികളായിരുന്നു നിന്റെ പൈലറ്റും ക്യാപ്റ്റനും ഒക്കെ. ഗബയിലെ മൂപ്പന്മാരും അതിലെ ജ്ഞാനികളും നിന്റെ 1000 പണിക്കാരായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും അതിന്റെ കപ്പൽക്കാരും നിന്റെ കച്ചവടം നടത്തേണ്ടതിന് നിന്നിലുണ്ടായിരുന്നു. നോക്കണം, വളരെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം തകർന്നു പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. 26-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ഒരു കിഴക്കൻ കാറ്റ് സമുദ്രമധ്യേ വെച്ച് അതിനെ ഉടച്ചു കളഞ്ഞു.
കിഴക്കൻ കാറ്റ് കടൽമേൽ അടിച്ചു. ഏറ്റവും മികച്ചതായ ശക്തമുള്ള കപ്പലുകളും കാറ്റിന്റെയും കടലിന്റെയും ശക്തിക്ക് പലപ്പോഴും ഇരയാകാറുണ്ട്. സോറിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ക്രമീകരണമായിരുന്നു. കിഴക്കൻ കാറ്റ് കപ്പലിന്റെ മേൽ അടിച്ചു, കപ്പൽ തകർന്നു, അത് മുങ്ങുവാൻ തുടങ്ങി. അതിലെ എല്ലാ ചരക്കുകളും അതിലെ എല്ലാ ജോലിക്കാരും കപ്പലിനൊപ്പം മുങ്ങി. കിഴക്കൻ കാറ്റ് അടിച്ച് അതിലുണ്ടായിരുന്ന സകലവും ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഈ ഭാഗം നിർത്താൻ പോവുകയാണ്. ഇതിന് വിശദമാകുന്ന ദൈവം എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച ഞാൻ പറയാം. ഇതിൽ നമുക്കൊരു ആലോചനയുണ്ട്. സോർ വളരെ വിദഗ്ധന്മായ ആളുകളെ തുഴയുന്നവരായി വെച്ചു. നല്ല ജ്ഞാനികൾ അവർക്ക് ക്യാപ്റ്റന്മാരായിട്ടുണ്ടായിരുന്നു. നിറയെ വിദഗ്ധന്മാരായിരുന്ന ഓഫീസേഴ്സ്, നല്ല സൈനികര്, ലോകത്ത് ഇത്രയുമുള്ള ജനങ്ങളുമായി രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ട് ഇഷ്ടംപോലെ ചരക്കുകൾ കൊണ്ട് നിറച്ചിരുന്നു. മറ്റ് അയൽ പോർട്ട് ഇവന്റെ അധീനനാകിയാൽ അവിടെ നിന്നും വരുമാനം കിട്ടിയിരുന്നു. അപ്പൊ എല്ലാ നിലകളിലും സമ്പത്തും സന്തുഷ്ടവും എല്ലാ നിലകളും ഉണ്ടായിരുന്ന സോർ കിഴക്കൻ കാറ്റിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ സോറിന് കഴിഞ്ഞില്ല. സോർ എത്ര വലിയ ശക്തിയുള്ളതായാലും, എത്ര സാമ്പത്തികമുള്ളതായാലും, എത്ര സൈന്യമുള്ളതായാലും, എത്ര വിദഗ്ധന്മാരുണ്ടായിരുന്നാലും ശരി, സോറിനെ സംബന്ധിച്ച് ആ കിഴക്കൻ കാറ്റിന്റെ മുൻപിൽ സോറിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ കാറ്റിന് മുമ്പിൽ അത് ഉടഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. ഇതിൽ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. ദൈവത്തിന് മുമ്പിൽ ഒരു പർവ്വതവും ഉറച്ചു നിൽക്കത്തില്ല. പലപ്പോഴും ആളുകൾ പറയും, ദൈവത്തെ വെല്ലുവിളിക്കാറുണ്ട്, ദൈവിക പദ്ധതികളെ വെല്ലുവിളിക്കാറുണ്ട്, ദൈവത്തിന്റെ സിസ്റ്റത്തെ വെല്ലുവിളിക്കാറുണ്ട്. ദൈവത്തെ പരീക്ഷണശാലയിലെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് പലപ്പോഴും മനുഷ്യർ കാണുമ്പോൾ, ഈ സോറിന്റെ മുമ്പിൽ അത്രയും ശക്തി ഒരു മനുഷ്യനില്ല. ആ സോര് ദൈവത്തിന്റെ കിഴക്കൻ കാറ്റിന്റെ മുമ്പിൽ തകർന്ന് തരിപ്പണമായെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ ആർക്കും ഉറച്ചു നിൽപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ രാത്രിയിൽ നാം മനസ്സിലാക്കേണ്ട വസ്തുത, നമുക്ക് എത്ര എന്തെല്ലാം ഉണ്ടെങ്കിലും, എത്ര വിദഗ്ധന്മാരും, നമുക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും സാമ്പത്തികമാകുന്ന അനുഭവങ്ങളും മറ്റെല്ലാ നിലകളും സ്വാധീനങ്ങൾ ഉണ്ടെങ്കിലും, നമുക്ക് ഏതെല്ലാം തുറകളിൽ നമുക്ക് പിടിപാടുണ്ടെങ്കിലും, ഇതൊന്നും നമ്മളെ സഹായിപ്പാൻ കാണത്തില്ല. ദൈവിക ന്യായവിധിന് മുമ്പിൽ ഇവർക്കാർക്കും നമ്മളെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഈ ദൈവജനത്തിന് മുമ്പാകെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഇത് പറഞ്ഞു നിർത്തട്ടെ. യൂട്യൂബിലൂടെ ആയാലും ശരി, ഈ സൂമിലൂടെ ആയാലും കേൾക്കുന്നോട് ഓർക്കുക, ഈ ലോകത്ത് നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി, ദൈവിക ശക്തിയുടെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ആർക്കും ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന സമയം, ദൈവം തന്നിരിക്കുന്ന ആയുസ്, ദൈവം തന്നിരിക്കുന്ന നന്മകൾ, ദൈവം തരുന്ന എല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാക്കി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിച്ചാൽ നമുക്കിതെല്ലാം അനുഗ്രഹമായി തീരും. ഇല്ല എങ്കിൽ ഇവർ ഇതിനൊന്നും നമ്മളെ തടയുവാൻ, നമ്മളെ സഹായിപ്പാൻ, നമ്മളെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെടുക, ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും ആശ്രയിച്ച് മുറുകെ പറ്റി ജീവിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എത്തേണ്ടടുത്ത് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ
കിഴക്കൻ കാറ്റടിച്ചാൽ തകർന്നുടയും. അത് വരാതിരിപ്പാൻ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം. ദൈവത്തിന്റെ സിസ്റ്റത്തിലും ദൈവത്തിന്റെ പ്രവൃത്തിയിലും നമുക്ക് പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.